കുറെ പേര് ഗോട്ടിന്റെ നെഗറ്റീവ് റിവ്യൂ പറയുമ്പോ ഇതിൽ സത്യം ഉണ്ടോന്ന് അറിയാനായിട്ട് ഞാനും ഈ പടം കണ്ടു നോക്കി. കൗതുക ലേശം കൂടുതലാണ്. ബേസിക്കലി ഞാനൊരു വിജയ് ഫാൻ അല്ല, പക്ഷെ പടങ്ങളിലുള്ള പുള്ളിയുടെ സ്വകം കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗോട്ട് പടം കണ്ടു കഴിഞ്ഞപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ നെഗറ്റീവ് റിവ്യൂ പറയണ പോലെ ഒന്നല്ല. ഈ പടം ഒരു ഹിഡൻ ജെമാണ്, അതുകൊണ്ട് ഇത് ഹിഡൻ ആക്കി തന്നെ വെക്കണമായിരുന്നു. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. പടത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ട്രെയിൻ ഇങ്ങനെ മരുഭൂമി കൂടെ പായണ കാണിക്കും. കിഴക്കേപ്പാടം എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു ഗ്രാമം. സംഭവത്തിലേ ഉള്ളൂ, ഉറാനിയം കടത്തിക്കൊണ്ടുവന്ന തീവ്രവാദികളും വില്ലനും പിടിക്കാനായിട്ട് സാറ്റ്സ് ടീം വരും. ഹലോ, ഞാൻ ശംഭുവാണ്, ATS ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ്. അങ്ങ് ചിറാപുഞ്ചിന്ന് തീവ്രവാദ വിരുദ്ധ പരിശീലനം കഴിഞ്ഞ് ഞാനിപ്പോൾ ലാൻഡ് ചെയ്ത സാറ്റ്സ് ടീമിനെ കുറിച്ച് പറയാം. ഒരുത്തനാണെങ്കിൽ ട്രെയിനിമിക്ക് ഇങ്ങനെ ബോംബ് എറിയുണ്ടാവും, വേറൊരുത്തൻ അങ്ങ് ദൂരെ നിന്ന് സ്കോപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും ട്രെയിനിമിക്ക്, മറ്റൊരുത്തനാണെങ്കിൽ ഹെലികോപ്റ്ററിൽ പറന്ന് വരുന്നുണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ വിജയണ്ണന്റെ എൻട്രി. ഈ പടത്തിലെ വിജയകാന്തിന് ഡീപ് ഫേക്ക് വഴി ഒരു ട്രിബ്യൂട്ട് കൊടുക്കാൻ നോക്കിയുണ്ട്, അത് വൻ അലമ്പായുണ്ട്. പിന്നെ ഇതിനെ കുറിച്ച് ഇനി കൂടുതലൊന്നും പറയണ്ടല്ലോ. വിജയണ്ണന്റെ ഒരു ക്ലാസി എൻട്രി സീനായിരുന്നു. ആ ഒരു സമയത്ത് ബോംബ് പൊട്ടും. ആ ബോംബ് പൊട്ടുന്ന ശബ്ദം കേട്ടിട്ട് പേടിച്ചിട്ടാവണം തീവ്രവാദികള് വിജയണ്ണന്റെ കയ്യിലേക്ക് തോക്കെറിഞ്ഞു കൊടുക്കും. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ പടത്തില് കോമഡി ഒക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പക്ഷെ ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ പാസം കൂടിയ അച്ഛനും അച്ഛൻ പാസം ഇല്ലാത്ത മോനും തമ്മിലുള്ള സംഘർഷം, അതാണ് പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ്. ചുരുക്കം പറഞ്ഞ ഇത്രേ ഉള്ളൂ, അച്ഛനാണെങ്കിൽ മോനെ വീട്ടിൽ കയറ്റണം, പക്ഷെ മോനാണെങ്കിൽ അച്ഛനെ തല്ലിക്കൊന്ന് പെട്ടിയിലും കയറ്റണം. ഈ പടത്തില് വിജയണ്ണൻ ചെയ്തു വെച്ച ഗാന്ധിന്റെ റോളിനേക്കാളും എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് ജീവേന്റെ റോളാണ്. അത് ഭയങ്കര രസമായിട്ടുണ്ട്. മുടങ്ങിയ കല്യാണത്തിന് എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ പോലെയായിരുന്നു ഈ പടത്തിലെ വില്ലനും പിന്നെ ക്യാമിയോയും. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ. വിജയണ്ണന്റെ ഹെയർ സ്റ്റൈലിനെ പറ്റി പറയുകയാണെങ്കിൽ പടത്തിന്റെ ക്ലൈമാക്സ് പറയുകയാണെങ്കിൽ കമൻട്രി, സ്റ്റേഡിയത്തിലെ കളി, അച്ഛൻ്റെ മോൻ്റെ ഇടി, ഇവിടം കൊണ്ട് പടം തീർന്നു എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോഴാണ് അതില് വന്നവനും കോട്ട്, നിന്നവനും കോട്ട്, വരാനിരിക്കുന്നവനും കോട്ട്. എനിക്ക് മനസ്സിലാവാത്തെന്താ വെച്ചാലേ, പ്രഭുദേവൻ ഇങ്ങനെ വില്ലനായത്. അങ്ങേരുടെ ഈ പടത്തിലത്തെ ഉദ്ദേശം എന്തായിരുന്നു? പിന്നെ പ്രശാന്ത് വെടികൊണ്ട് ചത്തതല്ല, പിന്നെ എങ്ങനെയാ പുനർജനിച്ചത്? ഇനി ഇവരാണ് ഈ പടത്തിലത്തെ യഥാർത്ഥ ഗോട്ട്.